എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഈ പുസ്തകത്തിന്റെ തുടക്കമാണ്. വാതിലിലെ ആ 3 മുട്ടുകൾ. കേട്ട വാതിൽ തുറക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് മിസ്റ്റർ ഡിസ്റ്റലാണ്. മിസ്റ്റർ ഡിസ്റ്റൽ, പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നാമല്ലേ? അതെ, കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നും ഇതൊരു വ്യക്തിയാണെന്ന്, ഒരു ഇൻഷുറൻസ് ഏജന്റോ അല്ലെങ്കിൽ കാണാൻ വന്ന പഴയൊരു സുഹൃത്തോ ഒക്കെയാണെന്ന്. എന്നാൽ സത്യം അതല്ലല്ലോ. ഒരിക്കലുമല്ല. ഒരു പഴയ സുഹൃത്തല്ല, മറിച്ച് ശരീരത്തെ കാർന്നു തിന്നാൻ വന്ന ഭീകരനായ ഒരു ശത്രുവാണ് ആ വാതിൽക്കൽ നിന്നത്. ശരിക്കും വിൻസെന്റ് തന്റെ പേശികളെ ബാധിച്ച ഡിസ്റ്റൽ മയോപ്പതി എന്ന രോഗത്തെ ആണ് മിസ്റ്റർ ഡിസ്റ്റൽ എന്ന് വളരെ നാടകീയമായി പേരിട്ട് വിളിക്കുന്നത്. ഇതൊരു ജീവനുള്ള വ്യക്തിയെപ്പോലെ തന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണ്, ശരിക്കും ഈ ഡിസ്റ്റൽ മയോപ്പതി നമ്മളെ പേശികളെ ബാധിക്കുന്ന പലതരം രോഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് എന്താണിത്ര പ്രത്യേകത? പറയാം. ഈ ഡിസ്റ്റൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശരീരത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഭാഗങ്ങൾ എന്നാണ്. അതായത് നമ്മുടെ കൈപ്പത്തികൾ, വിരലുകൾ, കാൽപാദങ്ങൾ എന്നിവ. ഓഹോ, അപ്പോ കൈകാലുകളുടെ അറ്റത്തുള്ള ഭാഗങ്ങൾ. അതെ. മയോപ്പതി എന്നാൽ പേശികളുടെ തകർച്ചയും. ഈ രോഗം വരുമ്പോൾ പെട്ടെന്നൊരാൾക്ക് ഹൃദയാഘാതം വരുന്നതുപോലെയോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതുപോലെയോ ഒറ്റയടിക്ക് തളർന്നു വീഴുകയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്? പകരം പേശികളിലെ പ്രോട്ടീനുകൾക്ക് സംഭവിക്കുന്ന ജനിതകമായ തകരാറുകൾ കാരണം കാലുകളിലെയും കൈകളിലെയും പേശികൾ വളരെ പതിയെ ദുർബലമാകാൻ തുടങ്ങും. അതായത് തലച്ചോറ് കമാൻഡ് കൊടുത്താലും മസിൽസ് അത് അനുസരിക്കില്ല. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നമ്മുടെ മസ്തിഷ്കം കാലുകൾക്ക് ചലിക്കാൻ നിർദ്ദേശം നൽകും, പക്ഷേ ആ നിർദ്ദേശം അനുസരിക്കാനുള്ള ശേഷി പേശികൾക്കുണ്ടാകില്ല. ക്രമേണ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും ഇത് പടരും. അപ്പോൾ ഇതൊരു ഒറ്റയടിയുള്ള വീഴലല്ല, വളരെ സാവധാനമുള്ളൊരു ശോഷണമാണല്ലേ? വിൻസെന്റിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇതിന്റെ തീവ്രത നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. അദ്ദേഹം തന്റെ പിതാവിന്റെ 4 പതിറ്റാണ്ട് പഴക്കമുള്ള ട്രാൻസ്ഫോമർ നിർമ്മാണ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. അതെ, ചെറിയ പരിചയമൊന്നുമല്ല, 25 വർഷത്തെ വലിയ പ്രവൃത്തി പരിചയം. അവിടെയാണ് ഈ മിസ്റ്റർ ഡിസ്റ്റൽ കടന്നുവന്ന് അദ്ദേഹത്തിന് വെറും 4 വർഷത്തെ സമയം, അതായത് ഒരു ഗ്രേസ് പീരീഡ് നൽകുന്നത്. 25 വർഷത്തെ കഠിനാധ്വാനം അവസാനിപ്പിച്ച് ബിസിനസ് പൂട്ടാൻ ആകെ ലഭിച്ചത് 4 വർഷം. ആലോചിച്ചു നോക്കേ, എന്തുകൊണ്ടാണ് ഈ 4 വർഷമെന്ന സമയം അദ്ദേഹം എടുത്തു പറയുന്നതെന്ന്? ഇതിനു മുമ്പ് തന്നെ ബിസിനസ് നിർത്തിക്കൂടായിരുന്നോ എന്നൊരു സംശയം എനിക്കുമുണ്ട്. അത് സാധിക്കില്ല. ആ 4 വർഷമെന്നത് ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന കാത്തിരിപ്പാണ്. താൻ പതിയെ പതിയെ ഒരു വീൽചെയറിലേക്കോ വോക്കറിലേക്കോ ഒതുങ്ങാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബിസിനസ് പൂട്ടാനും കഴിയില്ല. അതെ, ഉത്തരവാദിത്തങ്ങൾ തീർക്കണം, പഴയ ഓർഡറുകൾ പൂർത്തിയാക്കണം. രോഗം അതിന്റെ പൂർണ്ണ രൂപത്തിലെത്തുന്നതിനു മുൻപുള്ള തന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഓരോ ദിവസവും കുറഞ്ഞുവരുന്ന ആ 4 വർഷത്തെ പോരാട്ടമാണ് ഏറ്റവും വേദനാജനകം. ശരിയാണ്. അദ്ദേഹത്തെ പതുക്കെ തളർത്തിയ ഈ രോഗത്തെ അദ്ദേഹം മൃദുവായ ഒരു ചുറ്റിക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതെ, എ വെൽവെറ്റ് ഹാമർ. വെൽവെറ്റ് ഹാമർ കേൾക്കുമ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യം തോന്നാം. അതെ, ഒരു ചുറ്റിക എങ്ങനെയാണ് മൃദുവാകുന്നത്? പുറമേ നോക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമായി തോന്നാം. എന്നാൽ വളരെ കൃത്യമായ ഒരു പ്രയോഗമാണത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ഇരുമ്പ് ചുറ്റികയുടെ പ്രഹരം നമ്മൾ പെട്ടെന്നറിയും, അത് പെട്ടെന്ന് പരിക്കേൽപ്പിക്കുകയും ചെയ്യും. വേദന അപ്പോൾ തന്നെ അറിയാം. എന്നാൽ ആ ചുറ്റികയെ വെൽവെറ്റ് തുണികൊണ്ട് പൊതിഞ്ഞാലോ, പ്രഹരിക്കുമ്പോൾ പുറത്തു വലിയ ശബ്ദമോ മുറിവോ കാണില്ല, പക്ഷെ ഉള്ളിലെ അസ്ഥികൾ പതിയെ തകർന്നിട്ടുണ്ടാകും. അവിശ്വസനീയമായ ഒരു വിശേഷണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ തനിക്ക് സാധിച്ചിരുന്ന ചെറിയൊരു കാര്യം ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അതുണ്ടാക്കുന്ന മാനസികാഘാതം, ആ വെൽവെറ്റ് പൊതിഞ്ഞ ചുറ്റികയുടെ പ്രഹരം. ആ പ്രഹരം എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നിത്യേനയുള്ള യാത്രകളിൽ നിന്ന് വ്യക്തമാണ്. ഗിയറില്ലാത്ത തന്റെ സ്കൂട്ടറിൽ അദ്ദേഹം ദിവസവും വർക്ക്ഷോപ്പിലേക്ക് 16 കിലോമീറ്റർ യാത്ര ചെയ്യുമായിരുന്നു. 16 കിലോമീറ്റർ, അതും കാലിന് സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതെ, ആ സമയത്ത് ഇടതുകാലിന് ബലം തീരെ കുറവായതിനാൽ ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോൾ വലിയൊരു പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു. വണ്ടിയിൽ നിന്ന് വീഴാതിരിക്കാൻ വലതുകാൽ മാത്രം നിലത്തൂന്നി നിൽക്കാൻ അദ്ദേഹം വലിയ പാടുപെട്ടു. ഇതില് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ റോഡിൽ വീഴുമെന്ന വലിയ ഭയം. അതൊരു വലിയ പ്രതിസന്ധിയുടെ സമയമായിരുന്നു. അദ്ദേഹം ഈ സമയത്തെ വിളിക്കുന്നത് തന്നെ ഒരു നിർണായക ഘട്ടമെന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ എ ക്രഞ്ച് ടൈം. ഒരു നിമിഷം ആ അവസ്ഥയുടെ യാഥാർത്ഥ്യം നമ്മളൊന്ന് ഓർത്തു നോക്കണം.
1/4 നൂറ്റാണ്ടായി ബിസിനസ് നടത്തുന്ന ഒരുപാട് തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി. അയാൾക്ക് നടു റോഡിൽ തന്റെ സ്കൂട്ടറിന്റെ ബാലൻസ് തെറ്റുമോ എന്ന ഭയത്തോടെ ഓരോ സിഗ്നലിലും നിൽക്കേണ്ടി വരുന്നു. അതൊരു മാനസികമായ തളർച്ച കൂടിയാണ്. അതെ, ഇത് പേശികളുടെ ബലക്കുറവ് മാത്രമല്ല, അയാളുടെ ആത്മവിശ്വാസത്തിനു മേൽ വീഴുന്ന വലിയൊരു വിള്ളലാണ്. ഈ പ്രതിസന്ധി ഘട്ടം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് വളരെ സങ്കടകരമായൊരവസ്ഥയിലേക്കാണ്. ശരിയാണ്. തന്റെ 54-ാം വയസ്സിൽ ഈ രോഗം അദ്ദേഹത്തെ ഒരു വാക്കറിന്റെ സഹായത്തോടെ മാത്രം നടക്കാൻ കഴിയുന്ന ഒരാളാക്കി ചുരുക്കി. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് ആ മനുഷ്യൻ പൂർണ്ണമായും തളയ്ക്കപ്പെട്ടു. സ്വന്തം വീടിനുള്ളിൽ ഒരു തടവുകാരനെ പോലെ. അതെ, ഈ രോഗത്തെ അദ്ദേഹം വിളിക്കുന്നത് തന്നെ ഒരു വില്ലൻ അല്ലെങ്കിൽ കൊടിയ വഞ്ചകൻ എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച പദം സ്കൗണ്ട്രൽ എന്നാണ്. തന്നോട് ഈ രോഗം വലിയൊരു വഞ്ചനയാണ് കാണിച്ചതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. തന്റെ ഈ അവസ്ഥയെ വിശദീകരിക്കാൻ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നൊരു ചിത്രമുണ്ട്. അതൊരു കോടതിമുറിയാണ്. ഒരു കോടതിമുറിയുടെ ചിത്രം? അതെ, അവിടെ ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത് ഈ മിസ്റ്റർ ഡിസ്റ്റലാണ്. മുഖത്ത് ഗായ് ഫോക്സ് മാസ്ക് ധരിച്ചൊരു ജഡ്ജി. ആ വി ഫോർ വെൻഡറ്റ സിനിമയിലൊക്കെ കാണുന്ന മാസ്ക്. അതേ മാസ്ക്. ആ മാസ്ക് പ്രതിനിധീകരിക്കുന്നത് മുഖമില്ലാത്ത യാതൊരു വികാരങ്ങളുമില്ലാത്ത ഒന്നുരൂപത്തെയാണ്. രോഗത്തിന് മുഖമില്ലല്ലോ, അതിനാരോടും സഹതാപവുമില്ല. അവിടെ പ്രതിക്കൂട്ടിലൊരു കുറ്റവാളിയെപ്പോലെ വാക്കറുമായി വിൻസെന്റ് നിൽക്കുന്നു. ഹാവോ, വല്ലാത്തൊരു സങ്കല്പം തന്നെയത്. ജഡ്ജിയുടെ കയ്യിലുള്ള ചുറ്റികയാണ് ആ വെൽവെറ്റ് ഹാമർ. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തനിക്ക് ശിക്ഷ ലഭിച്ചതെന്നറിയാതെ നിൽക്കുന്ന നിസ്സഹായനായ മനുഷ്യൻ. ഒരു മനുഷ്യനെ രോഗം എങ്ങനെ കുറ്റബോധമുള്ളവനും നിസ്സഹായനുമാക്കുന്നുവെന്ന് ഇതിലും മികച്ച രീതിയിൽ വരച്ചു കാട്ടാൻ കഴിയില്ല. ശരിക്കും ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വരിക എന്നത് വലിയൊരാഘാതമാണ്. അതെ, കോടതിയുടെ ഗാംഭീര്യത്തോടെ ജഡ്ജി ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വിൻസെന്റ്, നിങ്ങൾക്ക് അന്തിമമായി എന്താണ് പറയാനുള്ളതെന്ന്. ഇംഗ്ലീഷിൽ ആ വരികൾ കൃത്യമായി ഇങ്ങനെയാണ്: വിൻസെന്റ്, വാട്ട് ഈസ് യുവർ അലോക്യൂഷൻ? ഓഹോ, അവിടെ വിൻസെന്റ് മറുപടി പറയുന്നുണ്ടല്ലേ? തീർച്ചയായും. അവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു മാനസിക വ്യാപാരം നടക്കുന്നുണ്ട്. വിൻസെന്റ് ആ ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് രോഗം കൊണ്ടുള്ള ദുർബലത കൊണ്ടായിരുന്നില്ലല്ലോ. അല്ലല്ല, മറിച്ച് കടുത്ത ദേഷ്യം കൊണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയിൽ പ്രകടിപ്പിക്കുന്ന രോഷം. തന്റെ പേശികൾ ഇത്തരത്തിൽ ചുരുങ്ങിപ്പോകാനും തളർത്താനും വിധിയെഴുതിയത് എന്തിനാണെന്ന് അദ്ദേഹം ജഡ്ജിയോട് ചോദിക്കുകയാണല്ലേ? അതെ. ലോകത്ത് കോടിക്കണക്കിന് ആളുകളുള്ളപ്പോൾ എന്തുകൊണ്ട് തന്റെ ഫയൽ മാത്രം ഈ ജഡ്ജിയുടെ മേശപ്പുറത്ത് വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യം ഇതായിരുന്നു: യു ഹാവ് സെന്റൻസ്ഡ് മൈ മസിൽസ് ടു വിതർ. ടെൽ മീ, ജസ്റ്റിസ്, why my file, the one on your desk? ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് വിൻസെന്റും ചോദിക്കുന്നത്: എന്തുകൊണ്ട് ഞാൻ? അതെ അതെ, കൃത്യമായിട്ടും. ഇതിന് ജഡ്ജി നൽകുന്ന മറുപടി എന്താണെന്നറിയാൻ എനിക്ക് അതിയായ ആകാംക്ഷയുണ്ട്. കാരണം ഇപ്പോൾ ഒരു യുക്തി വച്ച് നോക്കിയാൽ ഒരു ജീവശാസ്ത്രപരമായ രോഗത്തോട് നമുക്ക് എങ്ങനെയാണ് തർക്കിക്കാൻ കഴിയുക? ആ സത്യത്തെ ഈ ജഡ്ജി എങ്ങനെയാണ് വിൻസെന്റിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്? വളരെ ശാന്തമായാണ് ജഡ്ജി അതിന് മറുപടി പറയുന്നത്. ആ കോടതി മുറിയിൽ വിൻസെന്റിനോട് വ്യക്തിപരമായി യാതൊരുവിധ വിദ്വേഷവുമില്ലെന്ന് ജഡ്ജി വ്യക്തമാക്കുന്നു. അവിടെയുള്ളത് വെറും ജീവശാസ്ത്രപരമായ ഒരു ലോട്ടറി മാത്രമാണെന്ന്. അതായത് വരിനിന്ന 1 കോടി ആളുകളിൽ നിന്ന് വിൻസെന്റിന്റെ പേര് വെറുതെ തെരഞ്ഞെടുക്കപ്പെടുക മാത്രമാണ് ഉണ്ടായതെന്നാണോ? അതെ. താൻ ഇരകളെ തിരഞ്ഞെടുക്കാറില്ലെന്നും വിൻസെന്റിന്റെ ജനിതക കോഡിൽ പണ്ടേ എഴുതിവെച്ചിരിക്കുന്ന വിധി വായിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും ജഡ്ജി പറയുന്നു. അതായത് ഇതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല, ഇതൊരു പ്രകൃതി നിയമം മാത്രമാണെന്ന്. അദ്ദേഹം പറയുന്ന വാചകം ഇതാണ്: "There is no malice in this chamber, Vincent. There is only the lottery of biology. Your name was simply the one called from the 10 million who stood in line. I do not choose victims, I only read the verdict written in your code." ഒരു നിമിഷം, ഞാൻ ഇവിടെ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോ ഇതൊരു ഭയങ്കരമായ മറുപടിയല്ലേ? എല്ലാം വെറുമൊരു ബയോളജിക്കൽ ലോട്ടറി ആണെന്നറിയുന്നത് ശരിക്കും ഒരാൾക്ക് ആശ്വാസം നൽകുമോ? എന്തായാലും ഇല്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. മറിച്ച് നമ്മുടെയൊക്കെ ജീവിതം എത്രത്തോളം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണെന്ന വലിയൊരു ഭയം ഇത് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ശരിയാണ്. പക്ഷേ ഇവിടെ കുറ്റപ്പെടുത്താൻ ആരുമില്ല, വെറും അന്ധമായ ഒരു നറുക്കെടുപ്പ് മാത്രം. അതെ, അത് വിൻസെന്റിനെ കേൾക്കുമ്പോൾ ദേഷ്യവും നിരാശയും ഇരട്ടിക്കാനാണ് സാധ്യത.
അദ്ദേഹം സ്വന്തം ശരീരമാകുന്ന കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഈ ജീവിതം വെച്ച് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ നിരാശയോടെ ചോദിക്കുന്നതും അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആ വേദന നിറഞ്ഞ ചോദ്യം ഇതായിരുന്നു: ആൻഡ് വാട്ട് ഐ എം സപ്പോസ് ടു ഡു വിത്ത് ദ ലൈഫ് ലിവിംഗ് ഇൻ എ കേജ് ഓഫ് മൈ ഓൺ ബോഡി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സത്യമാണ്. അതാണ് വിൻസെന്റിനെ കൂടുതൽ നിരാശനാക്കുന്നതും. കാരണം മനുഷ്യരെപ്പോഴും കാര്യങ്ങൾക്കൊരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണല്ലോ. അതെ. എന്നാൽ ജഡ്ജി തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്ര പാഠമാണ് നൽകുന്നത്. ഈ വേദനയോട് പൊരുത്തപ്പെടാനുള്ള ഒരു വഴി ജഡ്ജി കാണിച്ചു കൊടുക്കുകയാണ്. എന്താണത്? തന്റെ അധികാരപരിധി വിൻസെന്റിന്റെ ശരീരത്തിനു മേൽ മാത്രമേ ഉള്ളൂവെന്നും വിൻസെന്റിന്റെ മനസ്സിനുമേൽ തനിക്ക് യാതൊരു അധികാരവുമില്ലെന്നും ജഡ്ജി പറയുന്നു. ഓഹോ, അത് വളരെ ശക്തമായ ഒരു വാദമാണല്ലോ. അതെ. ശരീരം വെറുമൊരു കല്ലാണെങ്കിലും ബുദ്ധി ഒരു ശില്പിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന അതിശയകരമായ ശാസ്ത്രസത്യം ജഡ്ജി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നത് തലച്ചോറിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ നാഡീവ്യൂഹങ്ങൾ അഥവാ റൂട്ടുകൾ കണ്ടെത്താനുമുള്ള കഴിവാണ്. അതായത് ഒരു വഴി അടഞ്ഞാൽ തലച്ചോർ മറ്റൊരു വഴി സ്വയം വെട്ടിത്തുറക്കും എന്നാണോ? കൃത്യമായിട്ടും. വിൻസെന്റിന്റെ കാലുകൾക്ക് ഇനി പഴയതുപോലെ സഞ്ചരിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ തലച്ചോറിന് പുതിയ വഴികൾ കണ്ടെത്താൻ സാധിക്കും. കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണെങ്കിലും അതിലൂടെ പരിണമിക്കാൻ, അതായത് വീണ്ടും പുതിയ രീതിയിൽ വളരാൻ വിൻസെന്റ് നിർബന്ധിതനാണെന്ന് ജഡ്ജി ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? അതെ. ജഡ്ജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഐ ഹാവ് ജൂറിസ്ഡിക്ഷൻ ഓവർ യുവർ ഫ്ലഷ്, ബട്ട് മൈ ഗാവൽ കനോട്ട് റീച്ച് യുവർ മൈൻഡ്. Your body may be a stone, but your intellect is the sculpture. Through neuroplasticity, your brain will find the paths your feet cannot. You are condemned to struggle, yes, but you're also forced to evolve. ഇത് കേൾക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന നമുക്ക് വലിയൊരു പോസിറ്റീവ് ചിന്തയായി തോന്നാം. പക്ഷേ വിൻസെന്റിനത് അങ്ങനെ ആയിരിക്കില്ല അനുഭവപ്പെടുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം തന്റെ 25 വർഷത്തെ പ്രതാപം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരാളോട് നീ നിന്റെ മനസ്സ് വെച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യേ എന്ന് പറയുന്നത് കേൾക്കാൻ അയാൾ തയ്യാറായിരിക്കില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ വിൻസെന്റ് അത് പൂർണ്ണമായി നിരസിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഊഹം വളരെ ശരിയാണ്. അദ്ദേഹം അത് നിരസിക്കുക തന്നെ ചെയ്തു. അതെ, അദ്ദേഹം തന്റെ വോക്കറിന്റെ പിടി ഒന്നുകൂടി മുറുക്കി പിടിച്ച് തനിക്ക് ഈ ഹീറോ പരിവേഷവും സാഹിത്യപരമായ അലങ്കാരങ്ങളും ഒന്നും വേണ്ട എന്ന് ദേഷ്യത്തോടെ പ്രതികരിക്കുന്നുണ്ട്. അതായത് ശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതമാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ വെറുമൊരു പ്രചോദനമാകാനോ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തനിക്ക് പഴയതുപോലെ സ്വന്തം കാലിൽ നടക്കാൻ കഴിഞ്ഞാൽ മാത്രം മതിയെന്നും അദ്ദേഹം തീർത്തു പറയാണ്. ആ മറുപടി ഇതായിരുന്നു: കീപ് യുവർ ഹീറോ ജേർണി ആൻഡ് മെറ്റഫേഴ്സ്. I didn't ask to be an inspiration or a marvel of science. I just wanted to walk. ഈയൊരു സംഭാഷണം വിരൽ ചൂണ്ടുന്നത് സമൂഹവും ഒരു രോഗിയും തമ്മിലുള്ള വലിയൊരു വൈരുദ്ധ്യത്തിലേക്കാണ് എന്നെനിക്ക് തോന്നുന്നു. അതെ അതെ, അത് വളരെ ശരിയാണ്. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, സമൂഹം എപ്പോഴും രോഗികളെ ഒരു പ്രചോദനമായി അല്ലെങ്കിൽ ഒരു ഹീറോവായി കാണാൻ ആഗ്രഹിക്കുന്നു. അതെ അതെ, അവർ കഷ്ടപ്പാടുകളെ അതിജീവിച്ച് ചിരിച്ചുകൊണ്ട് വരണമെന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും. ഇതിനെ സൈക്കോളജിയിൽ പലപ്പോഴും ഇൻസ്പിറേഷൻ പോൺ എന്നുവരെ വിളിക്കാറുണ്ട്. എന്നാൽ ആ രോഗി നേരിടുന്ന യാഥാർത്ഥ്യം അതല്ല. അവർക്ക് ഈ ഹീറോ പരിവേഷമൊന്നും ആവശ്യമില്ല. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സാധാരണ ജീവിതമാണ്. അതാണ് അവർക്ക് തിരികെ വേണ്ടതും. അല്ലാതെ താൻ ആഗ്രഹിക്കാതെ കിട്ടിയ ഒരു വൈകല്യത്തെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു ടൂളായി മാറ്റാൻ വിൻസെന്റ് തീർച്ചയായും ആഗ്രഹിക്കുന്നില്ല. എനിക്കത് പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട്. കാരണം ആരും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഹീറോ ആകാൻ വേണ്ടി രോഗിയാകുന്നില്ലല്ലോ. ഒരിക്കലുമില്ല. പക്ഷേ കോടതി എന്ന യാഥാർത്ഥ്യം വിൻസെന്റിന് മനസ്സിലാക്കി കൊടുക്കാൻ ജഡ്ജി ശ്രമിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതെങ്ങനെയാണ്? കോടതി ഒരിക്കലും ആഗ്രഹങ്ങൾ സാധിച്ചു തരില്ലെന്നും യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ജഡ്ജി പറയുന്നു. ആ കടുത്ത യാഥാർത്ഥ്യത്തോട് വിൻസെന്റ് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതാണ് കോടതി നൽകുന്ന ഏക സ്വാതന്ത്ര്യമെന്ന് ജഡ്ജി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് വളരെ പരുക്കനായ ഒരു യാഥാർത്ഥ്യമാണ്. അതെ, ജഡ്ജിയുടെ ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: The court does not grant wishes. It only establishes reality. How you inhabit that reality is the only freedom I give.
ആ സ്വാതന്ത്ര്യം എന്ന വാക്ക് വിൻസെന്റിനെ എത്രത്തോളം പ്രകോപിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. തന്റെ ശാരീരികമായ ശക്തിയും ശരീരത്തിന്റെ ചലനശേഷിയും മറ്റാരെയും ആശ്രയിക്കാതെയുള്ള സ്വാതന്ത്ര്യവും പൂർണ്ണമായും അപഹരിച്ചിട്ട് ഇതാണോ നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. അതെ, അദ്ദേഹത്തിന്റെ രോഷം മുഴുവൻ ആ വാക്കുകളിലുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: യു കോൾ ദിസ് ഫ്രീഡം, യു സ്റ്റോളൻ മൈ സ്ട്രെങ്ത്, മൈ മൂവ്മെന്റ്സ് ആൻഡ് മൈ ഇൻഡിപെൻഡൻസ്, ആൻഡ് യു ഡെയർ സ്പീക്ക് ഓഫ് ഫ്രീഡം. തീർച്ചയായും ആ ദേഷ്യം ന്യായമാണ്. അപ്പോ ജഡ്ജി ശ്രമിക്കുന്നത് വിൻസെന്റിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറ്റി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ അവശേഷിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലേ? കൃത്യമായിട്ടും വളരെ മൂർച്ചയുള്ള ഇന്ദ്രിയങ്ങളും ശാരീരികമായ മറ്റു വേദനകളില്ലാത്തൊരവസ്ഥയും തികച്ചും ആരോഗ്യമുള്ള ഒരു തലച്ചോറും വിൻസെന്റിനുണ്ടെന്നും അതൊക്കെ ഈ കോടതി നൽകിയ സമ്മാനങ്ങളാണെന്നും ജഡ്ജി പറയുന്നു. അപ്പൊ ജഡ്ജി അത് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കൂ എന്ന്. ആ വാചകം ഇതാണ്: ലുക്ക് അറ്റ് വാട്ട് യു കീപ്. Your senses are sharp and you have no physical pain and a healthy brain. Those are gifts. എന്നാൽ വിൻസെന്റ് അതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ്. അത് സ്വാഭാവികമാണല്ലോ. അതെ, അവയൊന്നും ജഡ്ജി നൽകിയ സമ്മാനങ്ങളല്ലെന്നും താൻ ജനിച്ചപ്പോൾ മുതൽ തനിക്കുള്ള ജീവശാസ്ത്രപരമായ സ്വത്തുക്കളാണെന്നും അദ്ദേഹം വാദിക്കുന്നു. തനിക്ക് ജന്മനാ അവകാശമുള്ള കാര്യങ്ങളെ ഒരു കോടതി ഔദാര്യമായി നൽകിയ സമ്മാനങ്ങളായി കാണാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? മറുപടി ഇതായിരുന്നു: "Those aren't gifts from you. I was born with it and it's my biological assets." വിൻസെന്റിന്റെ ആ ഒരു അവസ്ഥയ്ക്ക് ഞാൻ വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരാളുടെ ജീവിത സമ്പാദ്യമായ വലിയൊരു വീട് പൂർണ്ണമായും തീപിടിച്ചു നശിച്ചു പോകുന്നു. അത് ഭയങ്കരമായൊരു നഷ്ടാണ്. അത് ആകെ ബാക്കിയുള്ളത് ആ വീടിന്റെ തറ മാത്രമാണ്. അപ്പോൾ അവിടെ വരുന്ന മറ്റൊരാൾ പറയുകയാണ്: വിഷമിക്കേണ്ട, വീടിന്റെ തറയ്ക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, അതൊരു വലിയ ഭാഗ്യമല്ലേ, അതൊരു സമ്മാനമായി കണ്ടൂടെ എന്ന്. അത് കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. കൃത്യം. ഈ ഒരു ആശ്വാസവാക്ക് കേൾക്കുമ്പോൾ ആ വീട്ടുടമസ്ഥന് തോന്നുന്ന അതേ ദേഷ്യവും നിസ്സഹായതയുമാണ് വിൻസെന്റിന് അവിടെ അനുഭവപ്പെടുന്നത്. തനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വലിയ വേദന നിൽക്കുമ്പോൾ ബാക്കിയുള്ളതോർത്ത് സന്തോഷിക്കാൻ പറയുന്നത് ഒരുതരം ടോക്സിക് പോസിറ്റിവിറ്റി പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അത് വളരെ കൃത്യമായ ഒരു അനലോഗിയാണത്. ആ ദേഷ്യവും വേദനയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ കോടതി മുറിയിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതെന്താണ്? വിൻസെന്റ് പറഞ്ഞ ജീവശാസ്ത്രപരമായ സ്വത്തുകൾ എന്ന വാക്കിനെ പിടിച്ചുകൊണ്ട് ജഡ്ജി ചോദിക്കുന്നു, ആ സ്വത്തുകൾ മാത്രമാണോ വിൻസെന്റിന് ബാക്കിയുള്ളത് എന്ന്. സ്നേഹമുള്ള, എന്തിനും കരുതലുള്ള ഒരു കുടുംബം കൂടെയുള്ളപ്പോൾ ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എന്ത് ചോദിക്കാനാണ് എന്നാണ് ജഡ്ജി ചോദിക്കുന്നത്. ജഡ്ജിയുടെ ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: "Assets, is that all they are? You have a loving and caring family. What more could you ask?" ഇവിടെ വിൻസെന്റിന്റെ മനസ്സിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. തന്റെ സ്നേഹമുള്ള കുടുംബത്തെക്കുറിച്ച് ജഡ്ജി അംഗീകരിച്ച് സംസാരിച്ചത് കേട്ടപ്പോൾ വിൻസെന്റിന് വലിയ ആശ്വാസം തോന്നി. താൻ ശരിക്കും അനുഗ്രഹീതനാണെന്ന് ആ നിമിഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതെ, അതൊരു വലിയ ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. എങ്കിലും ആ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. കാരണം കോടതി നടപടികൾ അവസാനിച്ചിട്ടില്ലല്ലോ. ജഡ്ജി അന്തിമവിധി പ്രസ്താവിക്കാനായി തന്റെ ചുറ്റിക മുകളിലേക്ക് ഉയർത്തുമ്പോൾ അദ്ദേഹം ശരിക്കും ഭയന്നു വിറച്ചു. ശരിയാണ്. ആ ചുറ്റികയുടെ ഓരോ അടിയും തന്റെ സ്വന്തം ആത്മാവിനേൽക്കുന്ന വലിയൊരു പ്രഹരമായിട്ടാണ് വിൻസെന്റിന് അനുഭവപ്പെട്ടത്. അതെ, ആ വിധി പ്രസ്താവന വെറുമൊരു ഔദ്യോഗിക നടപടി മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 25 വർഷത്തെ പ്രയത്നങ്ങളെയും അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്ന ഐഡന്റിറ്റിയെയുമാണ് അതില്ലാതാക്കുന്നത്. ജഡ്ജി ചുറ്റിക ആദ്യമായി മേശയിലടിക്കുമ്പോൾ വിൻസെന്റിന്റെ ഏറ്റവും അഭിമാനകരമായ ആദ്യത്തെ സ്ഥാനപ്പേര് എടുത്തുമാറ്റുകയാണ്. ഒരു മികച്ച ജോലിക്കാരനെന്നർത്ഥത്തിലുള്ള ആ പേര് റദ്ദാക്കുന്നു. ആ ആദ്യത്തെ അടി ഇങ്ങനെയായിരുന്നു: "ഫസ്റ്റ് ടാപ്പ്, ഐ സ്ട്രിപ്പ് ഓഫ് യുവർ ഫാൻഡിമാൻ ടൈറ്റിൽ." അതൊരു വലിയ ആഘാതമാണ് അദ്ദേഹത്തിന്. വീണ്ടും ചുറ്റികയുടെ രണ്ടാമത്തെ അടി മുഴങ്ങുന്നു. സാങ്കേതികമായ എന്താവശ്യങ്ങൾക്കും ആളുകൾ സമീപിച്ചിരുന്ന വ്യക്തിയെന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്ഥാനപ്പേരും ഇതോടെ എടുത്തുമാറ്റപ്പെടുകയാണ്. ആ രണ്ടാമത്തെ അടി ഇതാണ്: സെക്കൻഡ് ടാപ്പ്, ഐ സ്ട്രിപ്പ് ഓഫ് യുവർ ടെക്നിക്കലി ഗോ ടു ഗൈ. ഈ കടുത്ത നടപടിക്രമങ്ങൾക്കിടയിൽ വിൻസെന്റ് അറിയാതെ തന്നെ തന്റെ ഈ അവസ്ഥയെ ഒരു മിലിറ്ററി കോർട്ട് മാർഷലിനോട് താരതമ്യം ചെയ്തു പോകുന്നുണ്ട്. ആ സൈനിക വിചാരണയുമായിട്ടാണോ? അതെ,
തെറ്റ് ചെയ്ത ഒരു സൈനികന്റെ റാങ്കുകളും മെഡലുകളും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓരോന്നായി അഴിച്ചുമാറ്റുന്ന ഒരു സൈനിക വിചാരണയുടെ അതേ ഭീകരമായ മാനസിക അവസ്ഥയിലായിരുന്നു അദ്ദേഹം അപ്പോൾ. തന്റെ അഭിമാന ചിഹ്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു പോരാളിയുടെ അവസ്ഥ. വളരെ വിഷമകരമായ അവസ്ഥയാണത്. ഒടുവിൽ ആ മൂന്നാമത്തെ അടിയും വീഴുന്നു. സാങ്കേതികമായി എല്ലാം തികഞ്ഞവനെന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്ഥാനപ്പേരും എന്നേക്കുമായി എടുത്തുമാറ്റപ്പെടുന്നു. ആ അവസാനത്തെ അടി ഇതായിരുന്നു: തേർഡ് ടാപ്പ്, ഐ സ്ട്രിപ്പ് ഓഫ് യുവർ ടെക്നിക്കൽ ഓൾറൗണ്ടർ ടൈറ്റിൽ. ഇതോടെ താൻ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എല്ലാ സ്ഥാനപ്പേരുകളും റദ്ദാക്കപ്പെട്ടെന്നും താൻ ആ കോടതി മുറിയിൽ യാതൊരു അലങ്കാരങ്ങളുമില്ലാതെ പൂർണ്ണമായും നഗ്നനാക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണെന്നും വിൻസെന്റ് തിരിച്ചറിയുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. തീർച്ചയായും. ഈ വരികൾ ശ്രദ്ധിക്കുക. ഓൾ മൈ ഏൺഡ് ടൈറ്റിൽസ് were revoked until I stood bare. എല്ലാം അവസാനിച്ച ശേഷം കോടതി പിരിയുന്നു എന്ന് പറഞ്ഞ് ജഡ്ജി അപ്രത്യക്ഷനാകുന്നു. ആ അവസാനത്തെ വാചകം, "The court is adjourned," and he vanishes. ഇതൊരു ഭയാനകമായ ശൂന്യതയാണ് ആ മുറിയിൽ അവശേഷിപ്പിക്കുന്നതല്ലേ? അതെ, ശൂന്യതയിലാണ് പലരും മാനസികമായി തകർന്നു പോകുന്നത്. തനിക്കിനി ഈ ലോകത്ത് യാതൊരു പ്രസക്തിയുമില്ല എന്ന തോന്നൽ ഒരാളെ കടുത്ത വിഷാദത്തിലേക്ക് തള്ളിയിടും. എന്നാൽ വിൻസെന്റ് ആ വിഷാദത്തിലേക്ക് പൂർണ്ണമായും വീണുപോയില്ല എന്നതാണ് സത്യം. കാരണം അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. അദ്ദേഹത്തിന് കൂട്ടായി അദ്ദേഹത്തിന്റെ കുടുംബം ശക്തമായി നിന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ലിൻസി. ലിൻസിയുടെ റോൾ ഇതിൽ വളരെ വലുതാണ്. തീർച്ചയായും. അദ്ദേഹം വളരെ സ്നേഹത്തോടെ അവരെ വിളിക്കുന്നത് ക്വീൻ ഏഞ്ചൽ ലിൻസി എന്നാണ്, രാജ്ഞിയായ മാലാഖ. അവർക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ ഡെന്നിസ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഫ്രഷറായി ജോലിക്ക് കയറിയതേ ഉള്ളൂ. രണ്ടാമത്തെ മകനോ? ഇളയ മകൻ ഡാനിയൽ തന്റെ ഡിഗ്രി പഠനം നടത്തുന്നു. അപ്പോ പെട്ടെന്ന് കുടുംബനാഥൻ വീണുപോയപ്പോൾ ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും തന്റെ ചുമലിലേറ്റി ലിൻസി അവിടെ ഉറച്ചുനിന്നു. അദ്ദേഹം എഴുതുന്നതിങ്ങനെയാണ്: "ദേ സ്റ്റാൻഡ്സ് ലിൻസി ഷോൾഡറിംഗ് ദ ഫാമിലി ബേർഡൻ." പരമ്പരാഗതമായ നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയിൽ നമ്മളൊന്ന് നോക്കിയേ. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നത് എപ്പോഴും പുരുഷന്റെ ചുമതലയായാണ് കാണാറുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ആ വരുമാനമാർഗം വിലയ്ക്കുമ്പോൾ പല കുടുംബങ്ങളും ചിതറിപ്പോകാറുണ്ട്. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ ലിൻസി വെറുമൊരു കരുതൽ നൽകുന്ന ഭാര്യയായി മാത്രം ഒതുങ്ങിയില്ല. അവരാ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന ഒരു ക്രൈസിസ് മാനേജറായി മാറുകയാണ് ചെയ്തത്. അവരുടെ അധ്വാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അവർ താമസിക്കുന്ന വീടിന്റെ താഴത്തെ നിലയിൽ കഴിഞ്ഞ 17 വർഷമായി ലിൻസി ഒരു കിൻഡർഗാർഡൻ നടത്തുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ക്ലാസ്. അതെ, പ്രീ നഴ്സറി, LKG, UKG ക്ലാസുകളിലായി 68 ചെറിയ കുട്ടികളാണ് അവിടെയുള്ളത്. അവരെ നോക്കാനായി 3 അധ്യാപകരും ഒരു നഴ്സറി അസിസ്റ്റന്റുമുണ്ട്. 68 കുട്ടികളെ ഒരു ദിവസം മുഴുവൻ നിയന്ത്രിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. സത്യം. അത് കഴിഞ്ഞാലോ അവർക്ക് വിശ്രമിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇല്ല എന്നതാണ് അത്ഭുതം. അത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വിവിധ ക്ലാസുകളിലെ കുട്ടികൾക്കായി അവർ ട്യൂഷനും എടുക്കുന്നുണ്ട്. ഭർത്താവ് തളർന്നു പോയപ്പോൾ തന്റെ കയ്യിലുള്ള അറിവിനെയും തൊഴിലിനെയും കൂടുതൽ ശക്തമാക്കുകയാണ് അവർ ചെയ്തത്. സമ്മതിക്കണം. രാവിലെയുള്ള കിൻഡർഗാർട്ടൻ, വൈകുന്നേരത്തെ ട്യൂഷൻ, ഇതിനിടയിൽ സ്വന്തം വീട്ടുജോലികൾ, അസുഖബാധിതനായ ഭർത്താവിന്റെ പരിചരണം, മക്കളുടെ കാര്യങ്ങൾ. ശരിക്കും ഇതിനെല്ലാമുള്ള ഊർജം അവർക്ക് എവിടുന്നാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ് വിൻസെന്റ് അവരെ രാജ്ഞിയായ മാലാഖ എന്ന് വിളിച്ചത്. വളരെ കൃത്യമാണ് ആ വിളി. ഒരു മാലാഖയുടെ സ്നേഹവും കരുണയും അവർക്കുണ്ട്. അതോടൊപ്പം ഒരു കുടുംബത്തെ നയിക്കാനുള്ള ഒരു രാജ്ഞിയുടെ ഭരണമികവും അവർ കാണിച്ചു. പക്ഷേ ലിൻസിയുടെ ഈ ട്യൂഷൻ ക്ലാസുകൾ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകി എന്നത് മാത്രമല്ല ഇതിലേറ്റവും വലിയ കാര്യം. പിന്നെന്താണ്? അത് വിൻസെന്റിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. താൻ ഒന്നിനും കൊള്ളാത്തവനായി ഒരു ഭാരമായി മാറി എന്ന ചിന്തയിൽ വലിയ മാനസിക വേദനയിൽ കഴിഞ്ഞിരുന്ന വിൻസെന്റിന് ഈ ട്യൂഷൻ ക്ലാസുകൾ ഒരു പുതിയ വാതിൽ തുറന്നുകൊടുത്തു. ഓഹോ, അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയോ? അതെ. തന്റെ മാനസിക വേദനയിൽ നിന്നും പുറത്തുകടക്കാൻ അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ലിൻസിക്കൊപ്പം കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ ചേർന്നു. അവിടെ പുതിയൊരു വിൻസെന്റ് രൂപപ്പെടുകയായിരുന്നു. ഇവിടെയാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ കഴിവായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മൾ കാണുന്നത്. അതായത് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ്, അല്ലേ? അതെ, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറാനുമുള്ള ആ കഴിവ്. 4 നൂറ്റാണ്ട് യന്ത്രങ്ങളോട് സംസാരിച്ചൊരാൾ മനുഷ്യരോട്, അതും ചെറിയ കുട്ടികളോട് സംവദിക്കാൻ പഠിക്കുന്നു. തന്റെ ഈ മാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം അതിമനോഹരമായ ഒരു തത്വചിന്ത പങ്കുവയ്ക്കുന്നുണ്ട്.
എന്താണത്? ജീവിതത്തിൽ തകർച്ചകളെ എങ്ങനെ നേരിടണം എന്നതിന്റെ വലിയൊരു പാഠമാണത്. പാല് കേടായാൽ അത് തൈരായി മാറുന്നു, എന്നാൽ അത് കൂടുതൽ കേടായാൽ അത് വിലയേറിയ ചീസായി മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇംഗ്ലീഷ് വാചകം ശ്രദ്ധിക്കുക. ഇഫ് മിൽക്ക് ഗോസ് ബാഡ് ഇറ്റ് ബിക്കംസ് കേർഡ്, ഇഫ് ഇറ്റ് ഗെറ്റ്സ് വേഴ്സ്റ്റ് ഇറ്റ് ബിക്കംസ് ചീസ്. എന്ത് മനോഹരമായ ഉപമയാണത്! രോഗം തന്റെ ശരീരത്തെ തളർത്തിയപ്പോ തന്റെ ജീവിതം കേടായ പാലുപോലെയായെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ അവസ്ഥയെ അദ്ദേഹം വലിച്ചെറിയാൻ തയ്യാറായില്ല. ശരിയാണ്. പകരം ആ വേദനകളെയും ബുദ്ധിമുട്ടുകളെയും പ്രോസസ്സ് ചെയ്ത് അദ്ദേഹം അതിനെ ഏറ്റവും വിലപിടിപ്പുള്ള ചീസാക്കി മാറ്റുകയായിരുന്നു. പക്ഷെ ആ മാറ്റം എളുപ്പമായിരുന്നില്ലല്ലോ. ഒരിക്കലുമല്ല. ട്രാൻസ്ഫോമറുകളുടെ ലോകത്ത് നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പുതിയ ലോകത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പുതുതായി പഠിക്കേണ്ടി വന്നു. ഒരു അധ്യാപകനാകാൻ സ്വന്തം അറിവിനെ തേച്ചു മിനിക്കേണ്ടി വന്നു. പുതിയൊരു മേഖലയിൽ അദ്ദേഹം നിരന്തരം പഠിച്ചുകൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതെ, വിൻസെന്റ് ലേൺഡ് ആൻഡ് ലേൺഡ്. ഒരു ചെറിയ കുട്ടിയുടെ മനസ്സോടെ അദ്ദേഹം കാര്യങ്ങളെ സമീപിച്ചു പഠിച്ചു, അല്ലേ? അതെ, പഠിക്കുക മാത്രമല്ല, അതിനൊരു ചിട്ടയായ രീതിയും അദ്ദേഹം കൊണ്ടുവന്നു. നിരന്തരമുള്ള പരിശീലനവും ചിട്ടയായ ദിനചര്യയുമാണ് എപ്പോഴും ഫലങ്ങളുണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം പറയുന്നതുപോലെ റൂട്ടീൻ മേക്സ് റിസൾട്ട്സ്. അങ്ങനെ ഇരുമ്പും ചെമ്പും കമ്പികളും കൈകാര്യം ചെയ്തിരുന്ന ആ വിരലുകൾ അക്ഷരങ്ങൾ തിരുത്താനും കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകരാനും തുടങ്ങി. ട്രാൻസ്ഫോമറുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തിരുന്ന ഒരു ടെക്നീഷ്യനിൽ നിന്ന് പതുക്കെ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു മികച്ച അധ്യാപകനിലേക്കും ഒരു ട്യൂട്ടറിലേക്കുമുള്ള ഈ മാറ്റം ശരിക്കും അവിശ്വസനീയമാണ്. തീർച്ചയായും. ഒരു പഴയ ഐഡന്റിറ്റി നഷ്ടപ്പെടുമ്പോൾ അവിടെ എല്ലാം അവസാനിക്കുന്നില്ല. മറിച്ച് പുതിയൊരെണ്ണം അവിടെ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്.